إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ മുഴുവനും പകർത്തുവാനും അവകളെ പ്രായോഗികവൽക്കരിക്കുവാനും അവസാന നിമിഷം വരെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മുവഹിദായി മുത്തഖിയായി മുസ്ലിമായി മുഖ്ലിസായി അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മെ ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയുടെ 155, 156 ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു ആയത്തിലൂടെ ശക്തിയുക്തം പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലനബ്ലുവന്നകും ബിശൈഇൻ. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെയാണ് ആ ഒരു പല കാര്യങ്ങൾ? അതിനെക്കുറിച്ചുള്ള ഹ്രസ്വമായിട്ടുള്ള ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്കാണ് ആയത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒന്നാമതായി പറഞ്ഞത് മിനൽ ഖൗഫ്, ഖൗഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ. അത് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. 2 വൽ ജൂഅ്, വിശപ്പാണ്. വിശപ്പ് എന്നുള്ളത് നമ്മുടെ വയറിനെ മാത്രം ബാധിക്കുന്ന ഒരു വിശപ്പ് എന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞത് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. 3 വിഷയത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. ഒന്ന് ധനസംബന്ധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും, മറ്റൊന്ന് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ, മറ്റൊന്ന് വിഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം വബശ്ശിരി സ്വാബിരീൻ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാബിരീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക.
ഇവിടെ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യരെ അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെടുത്തണം എന്ന് അള്ളാഹുവിന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം പലർക്കും തോന്നാനുള്ള സാധ്യതയാണ്. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷണത്തിൽ അകപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉറപ്പിനെ സൂചിപ്പിക്കുന്ന രണ്ട് അടയാളങ്ങളാണ് ഭാഷാപരമായി അള്ളാഹു അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രമാത്രം ഉറപ്പിച്ച് അള്ളാഹു നിങ്ങളെ അല്ലെങ്കിൽ നമ്മെ പരീക്ഷിക്കും എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിന് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. പലപ്പോഴും നമ്മളുടെ കേവല ഭൗതികമായ വിലയിരുത്തലുകൾക്കും അപ്പുറമാണ് എന്നതുകൂടി അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്. സൂചിപ്പിച്ചു വന്നത് നമ്മുടെ കേവലമായ ഭൗതികമായ വിലയിരുത്തലുകൾ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും. കാരണം നമ്മുടെ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ശരിയായ ബോധവും തിരിച്ചറിവും നമുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. മറ്റൊന്ന്, മനുഷ്യരായ നാം ധാരാളം ബലഹീനതകൾക്കിടയിൽ ജീവിക്കുന്നവരാണ്, അങ്ങനെയുള്ളൊരു ജീവിവർഗമാണെന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ കേവല ഭൗതികമായ വിലയിരുത്തൽ നടത്തുന്നതിൽ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനും അപ്പുറം ഒരു ഖുർആനികമായ താല്പര്യങ്ങളിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള ഉലമാക്കൾ നമ്മെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒന്നാം ഘട്ടത്തിൽ നിലകൊള്ളുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ ആദ്യമായി ഏറ്റവും നന്നായി മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ ലോകർക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് സാക്ഷ്യത്വം കൊടുക്കുകയും ചെയ്തു. സാക്ഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതാണ്. താങ്കളുടെ വിശദീകരണമൊക്കെ വളരെ കൃത്യമാണ്, വ്യക്തതയുള്ളതാണ്, പരിപൂർണമാണ്, ശാസ്ത്രീയമാണ്, ഫിലോസഫിക്കലാണ്. അങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ഉൾച്ചേർന്ന രൂപത്തിലാണ് താങ്കൾ ആ ഖുർആനെ മനസ്സിലാക്കിയിട്ട് അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. ജീവിതത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ചർച്ച ചെയ്യണം, അതിനെ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും അത്തരം ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദുഃഖകരമായൊരു വസ്തുത ഇതിനെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് ഇത്രയും വ്യക്തതയും ശാസ്ത്രീയമായതും താത്വികമായതും ഒക്കെ ആയിട്ടുള്ള സമ്പൂർണ്ണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ ഒരു വിശദീകരണത്തെ മാറ്റി നിർത്തിയിട്ടാണ് ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാൻ വെച്ചത്. അപ്പൊ അതിന്റെ ഒരു പോരായ്മ, അതിന്റെ ഒരു അപൂർണത, അതിന്റെ ഒരു അശാസ്ത്രീയതയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലനബലുവന്നക്കും ബിശൈഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതവുമായി എങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പിൽക്കാലത്ത് ധാരാളം മുഹദ്ദിസുകളായ ഉലമാക്കൾ കടന്നു വന്നു. ഹദീസുകളെ കുറിച്ച് വിശദീകരിക്കുന്ന പഠനങ്ങൾ നടത്തിയിട്ടുള്ള, ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാരെയാണ് മുഹദ്ദിസുകളായ ഉലമാക്കൾ എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുഫസ്സിറുകളായ ഉലമാക്കൾ, ഇതൊക്കെ വ്യത്യസ്തമായ ഫന്നുകൾ അഥവാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ പേരുകൾ. അതുപോലെ തന്നെ മുഫഖിഹീങ്ങളായ ഉലമാക്കൾ, ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്ന ഉലമാക്കളെയാണ് മുഫഖിഹ് എന്ന് പറയുക. മുഫസ്സിർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാതാക്കളായിട്ടുള്ള ഉലമാക്കളെയാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയ മുഅഖിരീങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തി, ചർച്ച നടത്തി, ഗ്രന്ഥങ്ങൾ എഴുതി
ലോകരെ കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ കൊടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉലമാക്കൾ അതിനുവേണ്ടി ധാരാളം പണിയെടുത്തിട്ടുണ്ട്. ഈ പഠനങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച കേവല ഭൗതിക ചർച്ചകളിലേക്ക് മനുഷ്യൻ ചുരുങ്ങിക്കൂടുന്നത് എന്നുള്ളതാണ്. അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒരിക്കലും ഒരു ശരിയായ ഒരു ജീവിത കാഴ്ചപ്പാടിലേക്ക് മനുഷ്യർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ എത്രത്തോളം വ്യാഖ്യാനിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അത് സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞ മരണം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ജീവിതമെന്ന് പറയും. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ് എന്ന് വേണമെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. ഇത് ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് ഇതൊരു പരീക്ഷണശാലയാണ്. എത്ര ആളുകൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്? ഇതൊരു പരീക്ഷണശാലയാണ്. ധാരാളം ഇന്റർവ്യൂകൾ സംവിധാനിച്ചിട്ടുള്ളൊരു മേഖലയാണ്. ധാരാളം ടെസ്റ്റുകൾ എഴുതേണ്ട ഒരു സാഹചര്യമാണ്. ചുരുക്കത്തിൽ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ, ഒരു പരിശോധന എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പരീക്ഷാ സംവിധാനം നടത്തുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത ഒരു വ്യക്തി പറഞ്ഞതാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി നേടുന്നതിന് വേണ്ടി അദ്ദേഹം പോയിട്ട് ടെസ്റ്റ് എഴുതി. അദ്ദേഹം 1-ാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ഘട്ടങ്ങളുണ്ടെന്ന് അർത്ഥം. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോകേണ്ടി വന്നു. അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിധേയമാക്കി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി കൊടുത്തു. 2-ാം ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. ഇനിയും ഘട്ടങ്ങൾ കിടക്കുകയാണ്. 3-ാം ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് ഒരു വിഷയം കൊടുത്തിട്ട് അവരോട് ആ വിഷയത്തെ കുറിച്ച് പഠനം നടത്തി അതിന്റെ ഒരു വിശദീകരണം ആ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടത്തണമെന്ന് പറഞ്ഞു. അവരതും നടത്തി. അപ്പൊ 4-ാം ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തിൽ 5, 6, 7 ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടാണ് ആ കമ്പനി ആ കമ്പനിയുടെ പർച്ചേസിംഗ് മാനേജറായിട്ട് ഈ വ്യക്തിയെ സെലക്ട് ചെയ്തത്. ഇയാൾ ചെറിയ ആളൊന്നുമല്ല, MBA ഒക്കെ കഴിഞ്ഞു പോയ ഒരാളാണ്. ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് പോയ ഒരാളാണ് ഇത്രയധികം ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ പോയിട്ട് എനിക്ക് വലിയൊരു കമ്പനിയുടെ തലപ്പത്തിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് മാനേജർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോയതല്ല. അപ്പൊ MBA കരസ്ഥമാക്കണമെങ്കിൽ ആ കുട്ടിയുടെ CBSE സിലബസിലാണ് പഠിച്ചത്. LKG മുതലുള്ള പഠനങ്ങൾ എന്ന് വിലയിരുത്തി നോക്കുക. എത്ര രാത്രിയുടെ ഉറക്കങ്ങളാണ് ആ പഠനം ഇല്ലാതാക്കി കളഞ്ഞത്. എത്ര ആസ്വാദ്യകരമായ ദിവസങ്ങളെയാണ് ആ പഠനങ്ങൾ നിഷേധിച്ചു കളഞ്ഞത്. എന്തുമാത്രം ഘട്ടങ്ങൾ, പരീക്ഷാ ഘട്ടങ്ങൾ. പരീക്ഷ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കുടുംബത്തിലുള്ള ആഘോഷവേളകളിൽ നിന്നും പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ LKG മുതലുള്ള ഒരു കുട്ടിയുടെ പഠന കാലയളവും ആ കുട്ടി തരണം ചെയ്യേണ്ടി വരുന്ന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതിന്റെ പേരിൽ ഒരു കുട്ടി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ വിചാരിക്കുകയാണ്, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും പ്രയാസം അനുഭവിക്കാൻ പാടില്ല, ആ കുട്ടി സുഖമായിട്ട് ജീവിച്ചോട്ടെ, ചുരുക്കത്തിൽ ആ കുട്ടി എന്റെ വീട്ടിൽ നിന്ന് വളർന്നോട്ടെ, സ്കൂളിലൊന്നും പോണ്ട. എന്താ അങ്ങനെ തീരുമാനമെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LKG മുതൽ പ്രത്യേകിച്ച് CBSE തലങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടി വരും, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഈ പ്രയാസമൊന്നും അനുഭവിക്കാൻ പാടില്ല, എന്റെ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളുടെ നിലപാടുകളിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക എന്നുള്ളതാണ്. അത് വളരെ ശരിയായ ഒരു നിലപാടാണോ? ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ മാറ്റി വെച്ചിട്ട് നാം പഠനത്തിന്റെ ലോകത്ത് ഒഴിഞ്ഞു മാറി ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ പോയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ, കാരണം ജീവിക്കാൻ അർഹതയില്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ബോധമില്ലാത്തൊരു മനുഷ്യനാണ്. അതേസമയത്ത് തീർച്ചയായും ഉന്നതമായ വിജയത്തിൽ എത്തിപ്പെടണമെങ്കിൽ ഓരോ കുട്ടികളും ആ കുട്ടികളുടെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായിട്ടുള്ള പല പല ഘട്ടങ്ങളെയും തരണം ചെയ്യേണ്ടതുണ്ട്. ഒരൽപ്പം കൈപ്പേറിയതായിരിക്കാമെങ്കിലും വലിയൊരു വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടി ഉറക്കം കളയേണ്ടി വരും, കളികൾ ഒഴിവാക്കേണ്ടി വരും, ആസ്വാദനങ്ങൾ ഒഴിവാക്കേണ്ടി വരും, കുടുംബത്തിലെ പല പരിപാടികൾ ഒഴിവാക്കേണ്ടി വരും. ഇതൊക്കെ ആവശ്യമാണ് എന്ന് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇങ്ങനെ ശരിയിട്ട് കൊടുക്കുമ്പോ
ഖുർആന്റെ വിഷയത്തിൽ മാത്രം എന്താണ് അത് പാടില്ല എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാനുള്ള കാരണം? അതൊരു ശരിയല്ലാത്ത നിലപാടാണ്. ഒരു സാധാരണ ഒരു കുട്ടിക്ക് ഒരു സാധ്യത മാത്രമാണ്. LKG ഏറ്റവും നല്ല നിലയിൽ പാസ്സായി എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി വലിയ ഉയർന്ന നിലവാരത്തിൽ എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലെ ഈ ഹൈസ്കൂൾ തലങ്ങളിൽ നല്ല വിജയം കൈവരിച്ചു, A+ വാങ്ങിച്ച കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി ലോകത്ത് വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ശേഷം +2 ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ വേദനയോടുകൂടി മാതാപിതാക്കൾ പറഞ്ഞു, ആ കുട്ടി ഡ്രഗ്സിന് അടിമയാണ്, ഇപ്പൊ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കണം. കുട്ടിയെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഇന്ന് +2-നൊക്കെ പരാജയപ്പെട്ടു. വലിയൊരു ബാധ്യതയായിട്ട് ആ കുടുംബത്തിൽ ആ ഒരു കുട്ടി മാറിയിരിക്കുകയാണ്. കുട്ടിയല്ല, ഇന്നിപ്പോ ഒരു 20 വയസ്സിന് മുകളിലുണ്ട്. അപ്പൊ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമായി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ SSLC പരീക്ഷയ്ക്ക് ആ കുട്ടി ഏതാണ്ട് 88% മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ്. 88% എന്ന് പറയുമ്പോൾ അത്ര മോശമൊന്നും അല്ലല്ലോ. +2 പരാജയപ്പെടാൻ മാത്രമുള്ള അത്ര മോശമൊന്നും അല്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പോ SSLCക്ക് ഇത്ര ഉന്നത വിജയം കൈവരിച്ചുവെങ്കിലും ആ കുട്ടി അതിനുശേഷം കൂട്ടുകാരോടൊപ്പം സമയങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോ ഭാവി നിഷേധിക്കപ്പെടുകയാണ്. അതങ്ങനെ തന്നെ ആകണം എന്നല്ലേ നമ്മൾ പറയുക? അതങ്ങനെയല്ല ആയല്ലേ പറ്റുള്ളൂ. കാരണം +2 സമയത്ത് +1-ലും ശ്രദ്ധിച്ചില്ല, +2-ലും ശ്രദ്ധിച്ചില്ല, അപ്പൊ പിന്നെ പരാജയപ്പെടണം എന്നുള്ള വിഷയത്തിൽ നമുക്കും എതിരഭിപ്രായമൊന്നുമില്ല. ഇനി +2 തലത്തിലും നല്ല ഉന്നതമായ വിജയം കൈവരിച്ച ഒരു കുട്ടി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഏത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഡിഗ്രി തലത്തിലായിക്കോട്ടെ, ആ ഘട്ടത്തിൽ ആ കുട്ടി ഉഴപ്പിക്കളഞ്ഞാൽ ആ കുട്ടി വിജയിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഈ കുട്ടി ഇത്രയും പഠിച്ചു എന്നാണ് വിജയിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ ചുരുക്കത്തിൽ കേവലം ഒരു ഭൗതികമായ ഒരു വിഷയത്തിൽ പോലും നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് ആത്മീയമായ വിഷയത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എന്ത് മോശത്തരം കാണിച്ചാലും, ഞാൻ എങ്ങനെയൊക്കെ സമയത്തെ പാഴാക്കിയാലും, ഞാൻ എത്രയൊക്കെ ഉത്തരവാദിത്ത നിർവഹണ രംഗത്ത് നിന്ന് പിന്മാറിയാലും എനിക്ക് സ്വർഗം തരണം, എനിക്ക് ജീവിതത്തിൽ സമാധാനം തരണം, തന്നേ പറ്റൂ. വാശിയാണ്. ഇല്ലെങ്കിലോ ഞാൻ മതം തന്നെ ഉപേക്ഷിച്ചു കളയും. എന്താണ് മതത്തിന്റെ വിഷയത്തിൽ ഈ 2ാം കിട നയം സ്വീകരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പല പല പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കോട്ടെ മോനെ, നിനക്കത് അത്യാവശ്യമാണ്, നിന്റെ വിജയത്തിന് ആവശ്യമാണ് എന്ന് നമ്മൾ നിരന്തരം ഈ കുട്ടികളോട് അവരുടെ പ്രയാസങ്ങളെ വകവയ്ക്കാതെ, അവരുടെ ദുഃഖങ്ങളെ പരിഗണിക്കാതെ, അവരുടെ മാനസിക വേദനകളെയും വ്യഥകളെയും നമ്മൾ നോക്കിക്കാണാതെ ഇത് നിന്റെ വിജയത്തിനുള്ളതാണെന്ന് അടുക്കി പറഞ്ഞ് കുട്ടികളെ ഇങ്ങനെ വിജയത്തിന്റെ ഓരോരോ ചവിട്ടുപടിയിലേക്കും, വേദനാജനകമായ ഓരോരോ ചവിട്ടുപടിയിലേക്കും നാം ഇങ്ങനെ കൈപിടിച്ചുയർത്താൻ പരമാവധി പരിശ്രമിക്കുമ്പോൾ, ഇപ്പൊ പലപ്പോഴും റമദാൻ മാസത്തിൽ എക്സാം വന്നതിന്റെ പേരിൽ എന്തുമാത്രം സഹോദരിമാരും സഹോദരങ്ങളും ഇപ്രാവശ്യം മനപ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം എന്താ പറയുക, റമദാൻ ഞങ്ങൾക്ക് പോയി എന്ന് പറഞ്ഞു, തറാവി നഷ്ടപ്പെട്ടു പോയി, റമദാൻ തന്നെ ഞങ്ങൾക്ക് പോയി. കാരണം എന്തായാലും മോന് SSLC എക്സാം ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. +2 എല്ലാം ഇപ്രാവശ്യം എക്സാം നടന്നത് റമദാൻ കാലങ്ങളിലായിരുന്നു. അതിന്റെ പേരിൽ മനപ്രയാസപ്പെട്ട് ധാരാളം മാതാപിതാക്കളുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ വിജയത്തിന്റെ ഉന്നതിയിലേക്ക് എന്റെ മോൻ അല്ലെങ്കിൽ മോൾ എത്തണമെങ്കിൽ ഞാൻ എന്റെ റമദാൻ പോലും ഉപേക്ഷിച്ചിട്ട് പണിയെടുത്തേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് മാതാപിതാക്കൾക്ക് എത്താൻ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചുരുക്കത്തിൽ അല്ലാഹ് മാത്രം ഇത് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പടച്ചവൻ പ്രയാസപ്പെടുത്തരുത്, വിജയത്തിലേക്ക് എത്താൻ ഒരു പ്രയാസവും നിശ്ചയിക്കാൻ പാടില്ല. ഏറ്റവും സുഗമമായ വഴിയിലൂടെ പോകണം, ഏറ്റവും സുഗമമായ ഉന്നതമായ വിജയം എനിക്ക് കിട്ടണം, അത് കിട്ടിയേ പറ്റുള്ളൂ, എന്റെ ദുആ അതാണ്, ആ ദുആയ്ക്ക് പടച്ചവൻ ഉത്തരം തന്നേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ് ആളുകളുള്ളത്. ചില ആളുകൾക്ക് എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ നിലപാടുകളോട് താല്പര്യക്കുറവാണ്. എടുത്ത് 1-2 ആളുകൾ നിരീശ്വരവാദം സ്വീകരിച്ചു. എന്താന്ന് ചോദിച്ചോ പറയാണ്, മഹാത്മാഗാന്ധിക്കും മദർ തെരേസയ്ക്കും സ്വർഗം കൊടുക്കാത്ത പടച്ചവൻ എന്തൊരു ക്രൂരമാണെന്നാ ചോദിക്കുക. മദർ തെരേസയ്ക്കും മഹാത്മാഗാന്ധിക്കും കിട്ടാതെ പോയത് എന്താണ്? അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ അവർ നടത്തി, ആദരിക്കപ്പെടേണ്ടവരാണ് ഭൗതികമായ തലത്തിൽ. പക്ഷേ ഈ ആദരവിനും അംഗീകാരത്തിനും ഒക്കെ അവരെ അല്ലെങ്കിൽ അവരെ സാധ്യതകൾ ഒരുക്കി കൊടുത്ത, അവരുടെ ശേഷികളും കഴിവുകളും ആരാണ് കൊടുത്തത്? അവർക്ക് ജീവവായു ആരാണ് കൊടുക്കുന്നത്? അവർക്ക് വെള്ളവും മറ്റുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഏകനായ ഒരു പടച്ചതമ്പുരാനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വിഷയത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പരാജയമല്ലേ? അതിന്റെ പേരിൽ ഇവിടെ വലിയ സങ്കടമാണ്. അതിന്റെ പേരിൽ പടച്ചവനോട് കെറുവാണ്.
നമ്മൾ ആലോചിച്ച് നോക്കണം. ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ ഒരു നമ്മളുടേതായ താല്പര്യങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണ്ട ഒരു വിഷയമേ അല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിങ്ങളെ തീർച്ചയായും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കുട്ടികളോടും പറയുന്ന അതേ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്താണെന്നറിയോ, യോഗ്യതയുള്ള ആളുകളാണ് ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടേണ്ടത്. സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു യോഗ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് ചോദിച്ചു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലു റസൂൽ മതാ നസ്റുല്ലാഹ്. എന്നുവെച്ചാൽ അവർ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുൻപുള്ള സമുദായം. ഇതൊരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സഹാബത്തിനെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ കയറാമെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചോദിക്കുന്നത് പോലെ SSLCക്ക് വെറുതെ അങ്ങോട്ട് ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നിങ്ങളൊക്കെ അങ്ങനെയാണോ വിചാരിക്കുന്നത്? എന്തൊരു ഉഴപ്പാണിത്, തീരെ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അധ്യാപകൻ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ? അധ്യാപനത്തിനെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദ്യം ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു കളക്ടർ ആകണം എന്നുണ്ടെങ്കിൽ, ഒരു IAS-ന്റെ ഉന്നതമായ റാങ്കിൽ എത്തിപ്പെടണമെങ്കിൽ വെറുതെ ഇങ്ങനെ നടന്നാൽ കിട്ടുമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് ചോദിച്ചാൽ അത് മാന്യമായ ഒരു ചോദ്യമല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് കയറി പറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല, ഉന്നതമായ റാങ്കിങ് നിലവാരത്തിൽ എത്തുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരീക്ഷണ ഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു പോയ ആ ഒരു ആയത്ത് ഒന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം നിശ്ചയിച്ചിട്ടുള്ളതും സൃഷ്ടിച്ചിട്ടുള്ളതുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം, പടച്ചവൻ എന്തിന് എനിക്ക് ജീവൻ തന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒന്നുമല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, അത് തന്നെയാണ് വലനബ്ലുവന്നക്കും ഇവിടെ പറഞ്ഞത്. ലിയബ്ലുവക്കും, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രമാണ്. പരിശ്രമത്തിന്റെ ഒരു വഴിക്ക് വേണമെങ്കിൽ ജീവിതത്തിന്റെ വഴിത്താര എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ്. അല്ലാതെ സുഖിച്ചു ജീവിക്കാം, എനിക്ക് സുഖത്തോടു കൂടി മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശിയൊക്കെ എല്ലാവരും ഉപേക്ഷിക്കണം എന്നാ പറയാം. അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം തന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എന്തിനാണ് 5ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയെന്ന് ചോദിച്ചാൽ 6ാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെയും ഞാൻ എന്തിനാണ് 6ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത്? അത് 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. SSLC എക്സാം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയത് എന്തിനാണ്? അത് ഹയർ സ്റ്റഡീസിന് വേണ്ടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടായ ആ ഒരു അനുഭവം, എത്ര രാത്രിയിൽ ഞാൻ ഉറക്കം കളയേണ്ടി വന്നു, എത്ര കളികളിൽ നിന്നും ഞാൻ ഒഴിവാകേണ്ടി വന്നു, എന്റെ കുടുംബത്തിൽ നടന്ന എത്രയോ നല്ല നല്ല പരിപാടിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു. എത്ര മാന്യമായ മറുപടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു രസകരമായ അനുഭവമാക്കി നമുക്ക് ആ പരീക്ഷയെ മാറ്റാൻ കഴിയും. എന്റെ ജീവിതത്തിലെ ഉന്നതമായ വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ ജീവിതത്തിലുള്ള ഓരോരോ പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു. ശരിയാണ്, അതിനെ ആ നിലയ്ക്ക് ഞാൻ നോക്കിക്കണ്ടപ്പോ, അതായത് വളരെ ഒരു ക്രിയാത്മകമായ രൂപത്തിൽ, അതിന് നല്ല ഭാഷയിൽ പറഞ്ഞ പോസിറ്റീവായ രൂപത്തിൽ അതിനെ ഞാൻ നോക്കിക്കണ്ടപ്പോ എനിക്ക് ഉന്നതമായ വിജയത്തിലെത്താനും എനിക്ക് ആ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കാനും ആ വിജയത്തിൽ എത്തിപ്പെട്ട എല്ലാവരും എന്നെ ഇങ്ങനെ അനുമോദിച്ചപ്പോ, അനുഗ്രഹിച്ചപ്പോ അതിലൊക്കെ വല്ലാത്ത അഭിമാന ബോധത്തോടുകൂടി എനിക്ക് നിലകൊള്ളാനും സാധിച്ചു. ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താണെന്നറിയോ, ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ടിട്ട് ഞാൻ വന്നത് നന്നായി. കാരണം വെറുതെ കൊടുക്കുന്ന ഒരു സാധനമല്ലല്ലോ ഇത്. അങ്ങനെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു സാധനത്തിന് എന്നും മനുഷ്യ ജീവിതത്തിൽ വിലയുണ്ടാവും. അത് തന്നെ അള്ളാഹു ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ അള്ളാഹു ഇത് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അതിന്റെ പേരിൽ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം, എന്റെ ജീവിതത്തിൽ പ്രയാസമൊന്നും വരാൻ പാടില്ല എന്നുള്ള വാശിയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നിന്ന് കൊടുക്കുക, പടച്ചവനെ എന്റെ ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത് നീയാണ്. ജീവിതത്തോട് നമ്മുടെ സമീപനം എന്തായിരിക്കണമെന്നാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്.
അത്രേ ഉള്ളൂ. അല്ലാഹുവേ, എനിക്ക് വേണ്ടി ഈ ജീവിതം നിശ്ചയിച്ചു തന്ന നീയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? നിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിച്ചാൽ എനിക്ക് ഈ ലോകത്ത് എനിക്ക് വിജയിക്കാൻ കഴിയും, ഒരു സംശയമില്ല. ആരെപ്പോലെ? സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. അവരൊക്കെ ലോകത്ത് വിജയിച്ച ആളുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള മഹത്തുക്കളാണ്. ഉന്നതമായ വിജയം. ആദ്യകാലത്ത് കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യേണ്ടി വന്നു. അന്നവർ LKG പിന്നെ UKG കയറി. അങ്ങനെ മക്കം കാലഘട്ടത്തിൽ തന്നെ 12 ക്ലാസിന്റെ പരിശീലനം അവർക്ക് നേടി. അപ്പൊ മക്കം കാലഘട്ടം കഴിയുമ്പോൾ ഏതാണ്ട് +2 കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമികമായ +2 തലം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ ഡിഗ്രിക്ക് വേണ്ടിയിട്ടോ ഒക്കെ മദീനയിലേക്ക് അവർ പോയത്. അവിടെ അത്ര സുഖകരമായ അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ ഫലഹുൽ ബദർ അലൈനാണ് ചരിത്രമാണല്ലോ പണ്ടുപോലെ നമ്മൾ മദീനയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ച് മദീനയെ കൊണ്ട് ഇനി പ്രശ്നമൊന്നും ഇല്ല എന്ന് ആരൊക്കെയോ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു. വലിയ തെറ്റാണ്, അബദ്ധമാണ്. കാരണം ഫലഹുൽ ബദർ അലൈന പാടിയ അന്ന് രാത്രിയിൽ ശരിയായ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ കാരണം എന്നറിയോ? കാരണം മദീനയുടെ അന്തരീക്ഷം ഒരിക്കലും അനുകൂലമല്ല. അവിടെ ഒരു രാഷ്ട്രമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, കുറെ കരാറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ബനു ഖുറൈള, ബനു ഖൈനുഖ, ബനു നളീർ പോലുള്ള ചതിയന്മാരായിട്ടുള്ള ജൂതഗോത്രങ്ങൾ വലിയ അസ്വസ്ഥതയോടുകൂടി ഒരു രാഷ്ട്ര നിർമ്മാണത്തെ നോക്കിക്കാണുന്ന ഒരു രാത്രി, 1-ാം ദിവസത്തിന്റെ രാത്രിയാണെന്ന്. അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മദീനയുടെ നേതൃത്വം തന്നിൽ അർപ്പിതമാണെന്ന് വിശ്വസിച്ച് വലിയ സന്തോഷത്തോടു കൂടിയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ലുബൈ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേയറ്റം അസ്വസ്ഥതയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരവിനെ നോക്കിക്കണ്ട 1-ാം ദിവസത്തിന്റെ രാത്രിയാണ്. കിടന്ന ഉറക്കം വരുമോ? ഏത് നിമിഷവും അപകടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്തൊരു ആയുധത്തിന്റെ കിലുക്കം കേട്ട് റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റു എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ കുറവുണ്ടായിരുന്നു. ഒരായത്ത് ഇറങ്ങുന്നത് വരെ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. വലിയ മനപ്രയാസത്തിലായിരുന്നു. അപ്പൊ പുറത്തുള്ള ആയുധത്തിന്റെ കിലുക്കം കേട്ടപ്പോ പെട്ടെന്ന് റസൂലുള്ളാഹി ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ പരിഭ്രമം ഉണ്ടായിരുന്നു, ഒരല്പം ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ പുറത്തുനിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരുമില്ല, ഞാൻ അബീ വഖാസാണ്. എന്താണ് അബീ വഖാസ്? ഈ രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ പ്രശ്നം? മദീനയുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണല്ലോ. അങ്ങയുടെ സുരക്ഷിതത്വം അതായിരുന്നു എന്റെ ഉറക്കം കെടുത്തിയത്. റസൂലുള്ളാഹി പറഞ്ഞു, എനിക്കും ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. എങ്കിലൊരു കാര്യം ചെയ്തോളൂ, അങ്ങ് കിടന്നുറങ്ങിക്കോളൂ, ഞാനിവിടെ നിരീക്ഷകനായിട്ട് ഒരു കാവലക്കാരനായിട്ട് ഇവിടെ നിന്നോളാം. അതിനുശേഷം റസൂലുള്ളാഹി കിടന്നുറങ്ങി. അപ്പൊ മദീന തൊലാഉൽ ബദർ അലൈനാട് ആ ഒരു ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അല്ല, തികച്ചും പരീക്ഷണ ഘട്ടമായിരുന്നു. ആ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ എത്രയോ യുദ്ധങ്ങൾ അവരതിജീവിച്ചു. മദീനയ്ക്ക് ശേഷമായിരുന്നല്ലോ ബദർ. രസകരമായ അനുഭവമാണോ? നമുക്ക് രസകരമാണ്. കാരണം എന്താണെന്നറിയോ? റമദാൻ മാസമൊക്കെ ആകുമ്പോൾ 17 ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും. എടുത്തൊരാള് 17 ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ തേങ്ങാച്ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഉച്ച കഴിഞ്ഞപ്പോ തേങ്ങാച്ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ഞാൻ വരുമ്പോഴത്തേക്ക് 1-2 പോത്തിനെ ഇങ്ങനെ അറുത്തിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്ത് രസമാണെന്നറിയോ? റമദാൻ 17 ആയിക്കഴിഞ്ഞാൽ രസിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഈ രസവും ആസ്വാദനവും ഒന്നും ആർക്കില്ലായിരുന്നു, സഹാബത്തിനില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തീച്ചൂളയിൽ നിൽക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ്. ഇതൊക്കെ എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നമ്മുടെ പരീക്ഷണങ്ങൾ പോലെ തന്നെ അതിനേക്കാൾ കടുത്ത പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന സഹാബത്തിന്റെ നേർചിത്രങ്ങളാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ ലഭ്യമാകുക. ഇതൊക്കെ നമുക്ക് പാഠമാകണം. അല്ല സഹാബത്തിൽ മാത്രം അധിഷ്ഠിതമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഈ ചരിത്രങ്ങളും ഈ അനുഭവങ്ങളും ഇപ്പൊ സൂറത്തുൽ അൻഫാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആയത്തുകളും ബദർ യുദ്ധത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. അത് ചിന്തകളായിട്ടും ചർച്ചകളായിട്ടും നമ്മുടെ മുന്നിലേക്ക് ഓരോരോ ആയത്തുകളും കടന്നു വരുന്നു. എന്തിനു വേണ്ടി? അത് കഴിഞ്ഞ കഥയല്ലേ എന്നുള്ളതല്ല. ഖുർആനിലെ സൂറത്തുൽ അൻഫാല് നിർബന്ധമായും ഓരോ ആളുകളും പഠിച്ചേ പറ്റുള്ളൂ. സൂറത്തുൽ അൻഫാല് പഠിക്കുമ്പോൾ അതിലൂടെ ഓരോ ആളുകളും പഠിക്കേണ്ടത് ജീവിതമാണ്. ജീവിതത്തിലെ ശരിയായ അനുഭവങ്ങളാണ്. ഏതൊക്കെ അനുഭവങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തലങ്ങളിലൂടെയാണ് ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ സൂറത്തുൽ അൻഫാല് പഠിച്ചേ പറ്റുള്ളൂ.
ഇനി അതിനുശേഷമുള്ള അനുഭവം എന്താണ്? ഉഹദ് യുദ്ധം രസകരമായിരുന്നു. അതും അനുഭവത്തിന്റെ കടുത്ത തീച്ചൂളയിൽ നിന്നിട്ടാണ് അതും എന്റെ സഹാബത്തിന് അനുഭവപ്പെട്ടത്. അപ്പൊ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. സൂറത്ത് ആല ഇമ്രാൻ 121 മുതലുള്ള ആയത്തുകൾ പരിശോധിച്ച് നോക്കുക. ഏതാണ്ട് 80ഓളം ആയത്തു, 86ഓളം ആയത്തു ആ ഉഹദ് യുദ്ധത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തുകളാണ്. നിസ്സാരമാണോ ഇതൊക്കെ? അല്ല, ഇതൊക്കെ ജീവിതാനുഭവങ്ങളാണ്. അപ്പൊ ഈ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പഠിക്കാൻ മാത്രം അതിലുണ്ട് ഓരോ വ്യക്തിക്കും എന്നുള്ളതാണ് ആ സൂറത്തുകൾ നൽകുന്ന സന്ദേശം. ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല, എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ബദർ യുദ്ധത്തിൽ നല്ല ഒരു ശതമാനം ശത്രുക്കളെ നാശത്തിന്റെ വഴിയിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിയുണ്ട്. മനുഷ്യരൂപത്തിൽ അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. യുദ്ധരംഗത്തേക്ക് പരമാവധി അവരെ കൊണ്ട് തള്ളിവിട്ടിട്ട് എന്ത് ചെയ്തു? യുദ്ധം തുടങ്ങിയ സമയത്ത് മലായികത്തുകൾ വന്നിറങ്ങുന്ന കാഴ്ച കണ്ടു. സൂറത്തുൽ അൻഫാലിലുള്ള ആയത്തായി പറയും. മലായികത്തുകൾ വന്നിറങ്ങിയ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പിന്മാറിപ്പോയി. അദ്ദേഹത്തെ പെട്ടെന്ന് ഒരു മുശ്രിക്ക് വന്ന് തടയുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞങ്ങളെയൊക്കെ ഇത്രയധികം ആവേശം കൊള്ളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്മാറുകയാണോ? അപ്പൊ പറഞ്ഞു, ഞാൻ കാണുന്ന കാഴ്ച നിങ്ങൾ ആരും കാണുന്നില്ല, അതുകൊണ്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് മനുഷ്യൻ. അദ്ദേഹം കണ്ട കാഴ്ച എന്താണ്? മലായികത്തുകൾ വന്നിറങ്ങും. ഇനി ഇവിടെ നിന്ന് അപകടം എന്നുള്ള കാര്യം മനസ്സിലായി. ഇബ്ലീസിന്റെ പൊതുവായൊരു സ്വഭാവമാണ്. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ പിന്മാറിക്കണം. ഈ നിലയ്ക്ക് പലപ്പോഴും ഇബ്ലീസിന്റെ പൈശാചികമായ പ്രേരണ മൂലം ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറി സഞ്ചരിച്ച് നടക്കുന്ന വ്യക്തികൾ, അത് ഞാനാണെങ്കിൽ എനിക്ക് എന്താണ് ജീവിതം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതാവുകയാണ്. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരുന്നതാണ് എന്റെ ജീവിതം, എന്റെ ഭാര്യ എന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എന്റെ ജീവിതം, എന്റെ കുടുംബക്കാർ എന്റെ മുന്നിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതാണ് എന്റെ ജീവിതം. ഈ ഒരു തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുകയും എന്താണ് ജീവിതം എന്ന് അള്ളാഹു വരച്ചു കാട്ടുന്ന ആ ശരിയായ കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കഴിയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് അതെന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്യണം, പരീക്ഷണങ്ങൾ ആവശ്യമാണ്. ഇപ്പൊ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ പരീക്ഷകൾ അതിജയിച്ചേ പറ്റുള്ളൂ, ഇന്റർവ്യൂകൾ അതിജീവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് തന്നെ പടച്ചവനോട് പറയും, നിനക്ക് വിജയിക്കേണ്ടതെന്നാ പടച്ചവൻ ചോദിക്കുന്നത്. എന്നിങ്ങനെ പോയാൽ മതിയോ? വിജയിക്കണ്ടേ? വിജയിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, അതിനുശേഷം ഒരു സന്തോഷം വരും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു ഇടങ്ങേറ് വരും. അപ്പൊ ഞാൻ ദുആ ചെയ്യും, ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരണം ഉണ്ടാകത്തില്ല, ഉടനെ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവും. പടച്ചവനെ എന്താണ് എന്നോട് നീ ഇങ്ങനെ കാണിക്കും? എന്ത് ക്രൂരതയാണ്! ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അപ്പൊ ഉറുമ്പിനെ നോവിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ തരാൻ പാടുള്ളൂ എന്ന് ആരോ എനിക്ക് പറഞ്ഞെന്ന് വിവരക്കേടാണ്. ആ വിവരക്കേടിൽ മേടാന്റെ വിശ്വാസത്തെ ഞാൻ സംവിധാനിച്ചിട്ടുള്ളത്. ആ അന്ധമായ വിശ്വാസത്തിന് മേലിരുന്നു കൊണ്ട് എനിക്ക് ദുഃഖങ്ങൾ വരാൻ പാടില്ല, എനിക്ക് പ്രയാസങ്ങൾ വരാൻ പാടില്ല, എനിക്ക് സന്തോഷം മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള തെറ്റായിട്ടുള്ള അന്ധമായ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഞാൻ അള്ളാഹു എന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിജയത്തിന്റെ ചവിട്ടുപടികളെ കാണാതെ പോവുകയാണ്. എന്നും ആ ചവിട്ടുപടികൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ ഞാൻ മാറി നിൽക്കുകയാണ്. ആരെ പഴിച്ചുകൊണ്ടാണ്? പടച്ചവനെ പഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാ പടച്ചവനെ എനിക്ക് മാത്രം നീ ഒരു പരീക്ഷണം തന്നത്? പ്രിയമുള്ളവരെ, ഓരോരോ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോവുക, അവിടെ ഒറ്റപ്പെട്ട പരീക്ഷണങ്ങൾ തുരുത്തിൽ കഴിയും ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമുക്ക് വല്ലാത്ത വേദന തോന്നും അവരെയൊക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇവർക്ക് എന്തിനീ അനുഭവം പടച്ചവൻ കൊടുത്തു? അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ ആളുകളും ഒറ്റപ്പെട്ടു പോവുകയാണ്, സുഹൃത്തുക്കളിൽ നിന്നും അകന്നു പോവുകയാണ്, ബന്ധുക്കളിൽ നിന്നും അകന്നു പോകും, ഒറ്റപ്പെട്ടു പോവുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നീറുന്ന മനസ്സുമായി. ആ സമയത്ത് എന്താണ്? പടച്ചവനെയും കൂടി പഴിക്കേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യന് വന്നാൽ പിന്നെ അവനോടൊപ്പം ആരാണുള്ളത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരൊക്കെ എന്നെ ഒഴിവാക്കിയാലും എന്നോടൊപ്പം എന്റെ പടച്ചവനുണ്ട്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള എന്റെ പടച്ചവനാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ പ്രയാസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ അള്ളാഹു എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള യാതൊരു ശേഷിയുമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും അവന്റെ മാനസികാവസ്ഥ. അതിൽ നിന്നും മാറ്റിപ്പണിയുന്നതിന് വേണ്ടി, എന്റെ മാനസികാവസ്ഥയെ മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ അനുഭവമാകുന്ന തീച്ചൂളയിൽ എന്നെ കൊണ്ട് എത്തിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹുവേ, നിന്റെ ആ ഒരു തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി വേണം. അങ്ങനെ വരുമ്പോൾ പല നിലയ്ക്കുമുള്ള അനുഭവങ്ങളാകുമെന്ന് അള്ളാഹു പ്രത്യേകം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് മാത്രമായിട്ട് പഠിച്ചോൻ തന്നു എന്നാ പറയാ. നിനക്ക് മാത്രമായി തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഭവം നിനക്ക് തന്നിട്ടുള്ളത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് നിനക്ക് ഇപ്പോൾ തോന്നുന്നു. കുറച്ചു കഴിയുമ്പോൾ നീ തന്നെ പറയും, അന്ന് അങ്ങനെ ഒരു പ്രയാസകരമായ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞതും ഇങ്ങനെ മാറി സഞ്ചരിക്കാൻ കഴിഞ്ഞതും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ നിലയിലേക്കൊക്കെ എത്താൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പിന്നീട് പറയും. ആ സമയത്ത് അല്ലാഹു ലക്കൽ ഹംദു വലക ശുക്ർ എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അള്ളാഹുവിനെ വിജയഘട്ടത്തിലും നമ്മളോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് നിർത്തുന്നു എന്നാണ് അതിനർത്ഥം. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. അല്ലാഹു സുബ്ഹാനഹു വ തആല 89ാമത്തെ സൂറത്തുൽ ഫജ്ർ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്താണ്. അതിലൂടെ അള്ളാഹു പറയുന്നു രണ്ട് തരം ആളുകളുടെ മനോഭാവത്തെ കുറിച്ചാണ്. ഒന്ന്, അള്ളാഹു നല്ല നിഅമത്ത് കൊടുത്ത ഒരു മനുഷ്യനാണ്. നല്ല നിഅമത്തുകൾ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സമ്പാദ്യം കൊടുത്തു, അംഗീകാരം കൊടുത്തു, നല്ല കുടുംബ പശ്ചാത്തലം കൊടുത്തു, നല്ല മക്കളെ കൊടുത്തു, എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നല്ല ഒരു ചുറ്റുപാടിലൂടെ ഇങ്ങനെ അന്തസ്സായിട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ ആ ഒരു നല്ല അവസ്ഥയിലൂടെ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞ പ്രയോഗം എന്ന് പറഞ്ഞു, ഇദാ മബ്തലാഹു റബ്ബുഹു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചു, ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തി. ആ പരീക്ഷണത്തിന്റെ സ്വഭാവവും ശൈലിയും എന്തായിരുന്നു? ഫഅക്രമഹു വനഅമഹു. അതങ്ങേറ്റം ആദരണീയമായിരുന്നു, നിഅമത്തുകളാൽ സമ്പന്നവുമായിരുന്നു, എല്ലാം കൊണ്ടും അനുഗ്രഹം. അതിനെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ മബ്തലാഹു, അദ്ദേഹത്തിന്റെ റബ്ബ് പരീക്ഷണത്തിൽ ഏർപ്പെടുത്തി എന്നാ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധമാണ് എനിക്കില്ലാതായിപ്പോയി. മനസ്സിലായി? എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ എന്ന് തിരിച്ചറിയാനൊരു ബോധം എനിക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അല്ലെ, ആ ഒരു ബോധ്യത്തിൽ നിന്നും പൈശാചികമായ പ്രേരണ എന്നെ പിന്നോക്കം വലിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് തെറ്റായ ഒരു ധാരണ എനിക്ക് തരും, നിനക്കൊന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, കാരണം നിന്റെ കഴിവുകൊണ്ട് നീ നേടിയതാണ്. അപ്പൊ ഇതൊരു പരീക്ഷണമാണെന്നുള്ളൊരു തോന്നൽ വരുന്നില്ല. ഇതൊരു പരീക്ഷണമാണെന്നുള്ള തോന്നൽ വരേണ്ടത് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, നാളെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ എന്റെ അള്ളാഹു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നും ഈ സന്തോഷകരമായ അവസ്ഥയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകില്ല, ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആത്മമിത്രം എന്ന് പറഞ്ഞ ഖലീലുള്ള, ഇവരുടെയൊക്കെ ജീവിതം എന്താണ്? സുബ്ഹാനല്ലാഹ്, പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം. ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അവരുടെ വിഷയത്തിലൊക്കെ വലിയ പ്രതീക്ഷകളായിരുന്നല്ലോ, വലിയ പ്ലാനുകളായിരുന്നല്ലോ. അപ്പൊ പിന്നെ എന്നെ ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നോട് അള്ളാഹുവിന് അവരോടുള്ള പ്രിയമില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ പരീക്ഷണങ്ങൾ വന്നോട്ടെ, പരീക്ഷണങ്ങൾ നമ്മൾ തയ്യാറായിട്ടിരിക്കുക.
പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വലിയ ആദരവോടുകൂടി അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം റബ്ബീ അക്രമൻ, എന്നെ ഭയങ്കരമായിട്ട് ആദരിച്ചു. എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് പുണ്യപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, ഞാൻ വലിയ നന്മയുള്ള ഒരാളാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാൾ മണ്ടനാണ്. കാരണം പരീക്ഷണത്തെയാണ് ഇയാൾ ജീവിതത്തിന്റെ പൊതുവായ ഒരു അവസ്ഥ എന്നോണം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറയാണ്, ഇനി പരീക്ഷണത്തിന്റെ മറ്റൊരു സ്വഭാവം വന്നു. രണ്ടിനെ കുറിച്ചും അല്ലാഹു പറഞ്ഞത് മബ്തലാഹു എന്നാണ്. മാ ഇബ്തലാഹു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രണ്ടാമത് പരീക്ഷണം അല്ലാഹു കൊണ്ട്, ആദ്യം കൊണ്ടൊന്നും പരീക്ഷണമാണ്, പക്ഷെ പരീക്ഷണത്തിന്റെ മറ്റൊരു സ്വഭാവത്തിൽ അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റിസ്കിനെ എന്ത് ചെയ്തു? ഇടുക്കി കളഞ്ഞു എന്നാണ്. മറ്റേ വിശാലമായ ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. ഏത് ബിസിനസ് മേഖലയിൽ പോയി കൈതൊട്ടാലും വമ്പം വിജയമാണ്, ഭയങ്കര വിജയം. അയാള് കമന്ന് വീണാൽ കാൽപ്പണവും ഇതായിട്ട് പൊങ്ങി വരൂ എന്നൊക്കെയാ പറയാം. അല്ലെങ്കിൽ കമന്ന് വീഴുന്ന ഒരാൾ എന്ത് ചെയ്തു? പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് വായിക്കാത്ത പറയും നോട്ട് കെട്ടുകളായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ അവസ്ഥ. പക്ഷെ ഇന്നിപ്പോ തലയും കുത്തി മറിഞ്ഞിട്ടും ഒരു 5 പൈസ പോലും കിട്ടാത്ത ഒരവസ്ഥ. എന്നാൽ ഇടുക്കി കളഞ്ഞു, അതിലേക്ക് വരുന്നില്ല, പൈസകൾ ഒഴുകുന്നില്ല. ഇടുക്കുള്ള സ്ഥലത്തൂടെ ഒഴുക്ക് കുറവാണ്, എല്ലാം ഇങ്ങനെ തട്ടി തടഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പോൾ ഉടനെ ഇയാൾ പറയും, റബ്ബി അഹാലൻ, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അല്ലാഹു പറയുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റായ കാഴ്ചപ്പാടാണ്, അത് ഈമാനില്ലാത്തതാണ്, ഇസ്ലാമില്ലാത്തതാണ്. അങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ അതിൽ നിന്നും ഒഴിവായ ഒരു കാഴ്ചപ്പാടാണ്. ഇനി ഞാൻ ചിന്തിക്കേണ്ടത് എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ എന്നുള്ളത്. എനിക്ക് നല്ല അനുഗ്രഹമുള്ള സമയത്ത് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയും പടച്ചവനോട് വലിയ ദിക്റും ദുആകളും നമസ്കാരവും ഒക്കെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ പരിപാടിയും നിർത്തും. അത്തരം ഒരു നന്ദികെട്ട സ്വഭാവമാണ് എന്റേതെങ്കിൽ എന്റെ സ്വഭാവമാണ് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങേറ്റ അപകടകരമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള നിലയ്ക്ക് ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട 1-2 ആയത്തുകൾ മാത്രം ചർച്ച ചെയ്യുന്നു മാത്രം. എന്തായാലും ഇതൊക്കെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അള്ളാഹു ആ നിലയ്ക്ക് ശരിയായ രൂപത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ നോക്കിക്കാണാനും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതത്തെ സമർപ്പിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി നമ്മെ എവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും ഈ ഒരു ഖുർആന്റെയും പഠനത്തിന്റെയും ചിന്തകളുടെയും ഫിക്കറിന്റെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കാനും ആ വഴിയിൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സന്തോഷത്തോടെ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും കരകയറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും സമാശ്വാസവും നല്ല പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജയിലുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഇത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനവും സബറും സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.